2 ദിവസം മുമ്പ് ലക്നൗവിലൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഡൽഹി എയർപോർട്ടിൽ ഒരു 7 മണിക്കൂറോളം ലേ ഓവർ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി എയർപോർട്ടിൽ കുത്തിയിരിക്കണ്ട, ഞാൻ ഡൽഹിയിൽ 2 വർഷം പഠിച്ചതാണ്, കുറച്ച് പരിചയക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ ഒരു ആരെങ്കിലും കാണാമെന്ന് വിചാരിച്ചു ആ സമയം കൊണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് അമ്മിണി ചേച്ചിയുടെ ഫാമിലിയാണ്. ഒരു മലയാളി ഫാമിലിയാണ്. ഞാൻ 1 വർഷം അസിസ്റ്റൻ്റായിട്ട് ഇരുന്ന പള്ളിയുടെ തൊട്ടടുത്താണ് ഇവരുടെ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവർ നമുക്ക് നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഫുഡാണ്. ഇപ്പോൾ ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവർ നല്ല ചോറും ബീഫ് കറിയൊക്കെ വെച്ചിങ്ങനെ തരും. അതുമാത്രമല്ല, എൻ്റെ വികാരിച്ചന് വിക്ടർ ഡിസോസ് ഇത്തിരി സീനിയറായിട്ടുള്ള അച്ഛനാണ്. ഈ അച്ഛന് 2 വർഷത്തോളം എല്ലാ ദിവസവും രാത്രി ചപ്പാത്തി ഉണ്ടാക്കി ഇവരാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ അവരെ കാണാൻ ചെന്നു, അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ ചെന്നു. അവർ ഹാപ്പിയായി, കാരണം കുറേ നാളായിട്ട് കണ്ടിട്ടില്ല, വിളിച്ചിട്ടില്ല. അവിടെ ചെന്ന് 2-3 മണിക്കൂർ അവരുടെ കൂടെ ഇരുന്ന് അവർ എനിക്ക് ചോറൊക്കെ ഉണ്ടാക്കി തന്നു, സംസാരിച്ചിരുന്നു. അതുകൊണ്ട് സംസാരത്തിൽ ഏറ്റവും കൂടുതൽ വിക്ടർ അച്ഛനാണ് ഇങ്ങനെ കിടന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു, അച്ഛാ വിക്ടർ അച്ഛന് ഇപ്പോൾ 90 വയസ്സൊക്കെ മേലെ അയച്ച ഓർമ്മയില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫാമിലിയായിട്ട് അച്ഛനെ ചെന്ന് കാണും. അച്ഛനെ തിരിച്ചറിയാറൊന്നുമില്ല, പക്ഷേ എന്നാലും ഞാൻ അച്ഛനെ പോയി കാണും. എനിക്ക് അത്രമേൽ അച്ഛനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. എന്നിട്ട് ഇവർ പറഞ്ഞത്, എൻ്റെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ 1-2 ദിവസമൊക്കെ ആൾക്കാരൊക്കെ നമ്മുടെ കൂടെയൊക്കെ ഉണ്ടാവില്ല, പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് പോകും. ഈ വിക്ടർ അച്ഛൻ എല്ലാ ദിവസവും എന്നെ വിളിക്കുമായിരുന്നു. 2-3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് എന്നെ വിളിക്കുമായിരുന്നു, എന്നെ ശക്തിപ്പെടുത്തുമായിരുന്നു. ഭയങ്കര ബലമായിരുന്നു വെച്ചാൽ അതെനിക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ മോൻ്റെ കല്യാണം പറയാൻ വേണ്ടി ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛനെനിക്ക് നിർബന്ധിച്ച് കുറച്ച് പൈസ തന്നു. അത് മാത്രമല്ല, ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അതിൻ്റെ അകത്ത് കയറ്റി എന്നെ യാത്രയാക്കിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വെച്ചാൽ. അത് പറയുമ്പോൾ അവരുടെ കണ്ണിങ്ങനെ നിറയുന്നുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു വെച്ചാൽ, ഒരു ഫോൺ കോൾ അവിടെ നിന്ന് വരുമ്പോൾ ആദ്യമാണ് അച്ഛൻ. കാരണം എനിക്കെൻ്റെ അച്ഛൻ എനിക്ക് അപ്പനാണ് വെച്ചാൽ, അച്ഛൻ എനിക്ക് അപ്പനാണ്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത്, അത് ലൂക്ക മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഈശോയുടെ കൂടെ നടന്ന 3 സ്ത്രീകളുടെ പേര് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ മറ്റു പല സ്ത്രീകളും ഈശോയുടെ സൗഖ്യം ഏറ്റുവാങ്ങിയവരാണ് ഇവർ, ഈ സ്ത്രീകളൊക്കെ. അതിനുശേഷം ഇവരെന്ത് ചെയ്താൽ ത്രൂ ഔട്ട് കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കാണുന്നത്. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ സമയത്ത് ഇവർ നമ്മൾ കാണുന്നുണ്ട്, ഈശോയുടെ അടക്കത്തിൻ്റെ സമയത്ത് ഇവരെ കാണുന്നുണ്ട്, ഈശോയുടെ ഉയർപ്പിൻ്റെ സമയത്തും നമ്മളിവരെ കാണുന്നുണ്ട്. ഇവരാണ് ഇവനെ പ്രഘോഷകരായിട്ട് മാറുന്നത്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ, എൻ്റെ പ്രീസ്റ്റ് ലൈഫിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, കമ്മിറ്റ്മെൻറ്റിൻ്റെ പര്യായമാണ് ശരിക്കും സ്ത്രീകളെന്ന് പറയാം. ഒട്ടും പ്രഘോഷിക്കപ്പെടാതെ പോകുന്ന പ്രായോജകരും സഭയിലെ പ്രഘോഷകരുമാണ് സ്ത്രീകൾ.